ഏഞ്ചൽസ് വില്ലേജിലെ ഭൗതിക വെല്ലുവിളി നേരിടുന്ന 15ഓളം കുട്ടികളാണ് കൃഷി സ്ഥിരമായി പരിപാലനം നടത്തിയത്. കുട്ടികളെ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പ്രാപ്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കൃഷി പഠിപ്പിക്കുന്നത്. 1 വർഷം മുൻപാണ് തൈകൾ നട്ടത്. ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പഠനവും പരിശീലനവും നൽകുന്ന വിവിധ പദ്ധതികൾ ഏഞ്ചൽസ് വില്ലേജിൽ ഉണ്ടെങ്കിലും അവരുടെ സമഗ്ര വളർച്ചയുടെ ഭാഗമെന്ന നിലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നതിൽ ഏറെ ശ്രദ്ധ നൽകിക്കൊണ്ടിരിക്കെ പുതിയ ഒരു കൃഷി രീതി എന്ന നിലയിൽ ഡ്രാഗൺ ഫ്രൂട്ട് എന്നുള്ള കൃഷി ആരംഭിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചു. ഇങ്ങനെ വിവിധങ്ങളായ ഫലങ്ങൾ ഓരോ ചെടിയിൽ തന്നെ പഴുത്തു നിൽക്കുന്നത് കാണുന്നത് തന്നെ വലിയ ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ പരിചയമുള്ള അത്തിക്കയം സ്വദേശിയാണ് ഇവിടെ തൈകൾ നട്ടു നൽകിയത്. ജൈവവളം മാത്രമാണ് ഉപയോഗിച്ചതും. ഏഞ്ചൽസ് വില്ലേജിലുള്ള ഏഞ്ചൽസ് ഷോപ്പിൽ നിന്നും കാഞ്ഞിരപ്പള്ളി പുളിമാവിലെ ഷോപ്പിൽ നിന്നും പഴങ്ങൾ വാങ്ങുവാൻ സാധിക്കും. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. നിതിൻ തോമസ് ചേരുന്നുണ്ട് തത്സമയം. നിതിൻ, ഏഞ്ചൽസ് വില്ലേജ് ശരിക്കും ആ പേര് പോലെ തന്നെ മനസ്സിൽ കുറേ നന്മയും അനുകമ്പയും ഒക്കെ ഉള്ള കുറേ കൂട്ടരുടെ ഒരു സ്നേഹമുള്ള ഒരു ഇടം. ഏഞ്ചൽസ് വില്ലേജ് എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന മാലാഖമാരുടെ ഒരിടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ അവരുടെ എന്തായാലും ചേർന്നുള്ള ആ ഒരു ഉദ്യമം ഗംഭീരമായി തന്നെ വന്നു. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിൽ ഇനിയും ഒരുപാട് കൃഷികൾ അവർക്ക് ഇതിനായി ഇറക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടാകും. ഇപ്പോൾ എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട് ഗംഭീര വിജയമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഏഞ്ചൽസ് വില്ലേജിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. ഇവരുടെ അടുത്ത നീക്കം എന്താണ്? ഈ ഏഞ്ചൽസ് വില്ലേജ് എന്ന് പറയുന്നത്, അതായത് മാലാഖമാരുടെ ഗ്രാമം എന്നാണ് ഇവരുടെ ഈ സ്കൂൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഇത് ആദ്യം തുടങ്ങിയത് സ്കൂളായിട്ടാണ്. അതായത് ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ആരംഭിച്ചൊരു സ്ഥാപനമായിരുന്നു പൊൻകുന്നം ആശാ നിലയം എന്ന് പറയുന്നത്. ആശാ നിലയം സ്കൂളായിട്ട് തുടങ്ങി. ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത് ഏഞ്ചൽസ് വില്ലേജ് എന്നാണ്, മാലാഖമാരുടെ ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു സ്കൂളിൻ്റെ രീതിയിലല്ല ഇത് പ്രവർത്തിച്ചു വരുന്നത്. ഈ നമുക്കറിയാം, ഈ ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ അവരെ എക്സ്ട്രാ കെയർ വേണം. അത് പൂർണ്ണമായിട്ടും അവരുടെ ചികിത്സ, അവരുടെ ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം നോക്കി ഇവരെ പരിപാലിക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടെ ഇവർക്ക് ഒരു സാധാരണ മനുഷ്യരെ പോലെ എല്ലാവർക്കും പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അവരെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന 2 തെറാപ്പിയാണ് ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പിയും അതേപോലെ തന്നെ പെറ്റ് തെറാപ്പിയും എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ്, ഈ ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പിയുടെ ഒരു തുടക്കം എന്ന നിലയിലാണ് 1600ഓളം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ കഴിഞ്ഞ വർഷം ഈ ഏഞ്ചൽസ് വില്ലേജിൽ നടുന്നത്. ഈ എന്തെങ്കിലും ഒരു കൃഷിരീതി, അതായത് എന്തെങ്കിലും ഒരു കൃഷിരീതിയിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുവരണം. ഈ കുട്ടികളെ അത് പരിപാലിക്കുന്നത് എങ്ങനെയാണ് എല്ലാം കുട്ടികൾക്ക് മനസ്സിലാവണം. കുട്ടികളെ കൊണ്ടിട്ട് ഇത് പരിപാലിക്കണം. അതിലൂടെ അവരുടെ തെറാപ്പി നടക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ആരംഭിക്കുന്നതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ കൃഷി തുടങ്ങിയതുകൊണ്ട് തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയെപ്പറ്റി അറിയാവുന്ന ഒരാളെയും കൊണ്ടിട്ട് ഈ കൃഷി അതായത് ഈ തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു. അതിനുശേഷം 1 വർഷത്തോളം ഈ കുട്ടികളെ കൊണ്ടിട്ട് ഇത് പരിപാലിപ്പിക്കുന്നു. ഈ വില്ലേജിൽ താമസിച്ച് വളരുന്ന 15ഓളം കുട്ടികളാണ് ഈ കൃഷി കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് പരിപാലിക്കുന്നത്. ഈ 1600 തൈകളും പരിപാലിച്ചു. ഇന്ന് അത് 100 മേനി വിളവ് കൊയ്യാൻ പാകത്തിലായിരിക്കുകയാണ്. ഇനി ഈ കൊയ്യുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ആവട്ടെ, ഇവരുടെ തന്നെ ഏഞ്ചൽസ് വില്ലേജിൻ്റെ തന്നെ ഷോപ്പുകളിലൂടെ ഇവരിത് കച്ചവടം നടത്തും. ഈ കച്ചവടം നടത്തുന്നത് ഇവരുടെ ഉന്നമനത്തിനായിട്ടും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് ഉള്ള ചെലവ് കാശ് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും.